പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം 8 കാട്ടാനകളാണ് ലയങ്ങൾക്ക് സമീപം തുടരുന്നത്. കാട്ടാനകൾ കഴിഞ്ഞ ദിവസം കല്ലേലി UP സ്കൂൾ പരിസരത്തേക്കും എത്തിയിരുന്നു. ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീത്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീത്ത്? TK രജിത, ഇതൊരു വലിയ പ്രശ്നം. ഈ കാട്ടാനകൾ ഇങ്ങനെ ലയങ്ങൾക്ക് സമീപവും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്കും ഇറങ്ങുന്നത് കല്ലേലി മേഖലയിൽ ഒരു സ്ഥിരമായ കാഴ്ചയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടി കാട്ടാനക്കൂട്ടം തൊട്ടടുത്ത UP സ്കൂളിന് പരിസരത്തേക്ക് എത്തുന്നു. നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന കാര്യം, ഈ വനാതിർത്തി ഇതുവരെ ജണ്ട കെട്ടി തിരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ജണ്ട കെട്ടി തിരിച്ച് ഈ വനാതിർത്തി കടത്തി കാട്ടാനകളെ വിടാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നാട്ടുകാർ, തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തെത്തി ആ സമയത്ത് ഒരു ആക്ഷൻ എടുക്കും. കാട്ടാനകളെ തൊട്ടപ്പുറത്തെ മേഖലകളിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഓടിക്കും. അതിനപ്പുറത്തേക്ക് പിന്നീട് കാട്ടാനകൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഒരു കാട്ടാനയായോ അല്ലെങ്കിൽ 2 കാട്ടാനയായോ അല്ല അത് വരുന്നത്. അത് 8ഓളം വരുന്ന കാട്ടാനകൾ ഒരുമിച്ച് വരികയാണ്. ഇതിൽ കാട്ടാനക്കുട്ടികളടക്കമുള്ള സംഘമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇനി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കടുത്ത പ്രതിഷേധം, അത് വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ചടക്കം നാട്ടുകാരും തൊഴിലാളികളും ആലോചിക്കുന്നുണ്ട്. TK രജിത. ശരി, കല്ലേലി എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം. ശ്രീകുമാരൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.